മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തയായ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. സംഘടന അതിജീവിതയോട് സംസാരിച്ചില്ല, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയില്ല. ദിലീപിനെ നിരപരാധിയാക്കാനാണ് ശ്രമം. ദിലീപിനൊപ്പം സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ്. ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അടൂർ പ്രകാശിനെയും രൂക്ഷമായാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചത്. ഭാഗ്യലക്ഷ്മി തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നലെ ഈ തീരുമാനം വന്ന ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാൻ ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കോടതിയിൽ തീരുമാനങ്ങൾ അന്തിമമായിട്ടില്ല. അപ്പീലിനൊക്കെയുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ. ഇതിനിടയിൽ തന്നെ വെള്ളപൂശാനുള്ള ശ്രമം സംഘടനയുടെ ഭാഗത്ത് വളരെ പെട്ടെന്നുണ്ടാകുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീമതി ഭാഗ്യലക്ഷ്മി, കേൾക്കാമോ? ഫെഫ്കയിൽ നിന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മി രാജിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപിനെ വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന സൂചനയെ തുടർന്നാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചത്. ദിലീപിനെ നിരപരാധിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ദിലീപിനൊപ്പം സംഘടനയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല, ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ശ്രീമതി ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട്. അതിജീവിതയോട് സംസാരിക്കാൻ ഇതുവരെ സംഘടന തയ്യാറായിട്ടില്ല എന്ന ആരോപണം കൂടി ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോണിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നലെ ഈ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉടൻ ഫെഫ്കയുടെ ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം സർക്കാരൊക്കെ അപ്പീലിന് പോകുന്നുണ്ട്, നിയമവഴികൾ ഇനിയും ബാക്കിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് താങ്കൾ കരുതുന്നത്? അദ്ദേഹത്തെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാൻ ഈ 8 വർഷം കൊണ്ട് അവർ ആവേശം കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും പല സ്റ്റുഡിയോയിലും മറ്റ് പല പൊതുയിടങ്ങളിലും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പുല്ല് പോലെ ഊരിക്കൊണ്ടുപോരും, അവൻ ആരാ പുള്ളി, ഇതൊക്കെ പറയുന്നത് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ പരസ്യമായിട്ട് ഒരു പ്രതികരണം വന്നിട്ട് വേണം അതിനെതിരെ പ്രതികരിക്കാനും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു കീഴ്ക്കോടതിയുടെ വിധിയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് പരമോന്നത വിധി, അത് ഇന്ത്യയിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയല്ല. ഇനിയുമുണ്ട് ഇന്ത്യയിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ അയാൾ നിരപരാധിയാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന് മുൻപ് ചാടിക്കേറി അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ അഭിപ്രായമാണ്. കാരണം സംഘടനയിൽ ഒരു ജനറൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ജനറൽ കൗൺസിലിനോട് ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, ഇവർ ആരും തന്നെ ഇപ്പൊ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയോ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഇവരാരും അവളെ ഒന്ന് പോയി കാണാനോ അവളെ ആശ്വസിപ്പിക്കാനോ ഇതുവരെ 8 വർഷമായിട്ട് ഇവർക്കാർക്ക് സമയം കിട്ടിയിട്ടില്ല. അതിനുള്ള മനസ്സ് ഇവർക്കുണ്ടായി. അതിന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ കാണിക്കുന്നത്. എനിക്കെങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ കുറ്റാരോപിതനായിരിക്കുന്ന അംഗമായ സംഘടനയിൽ എനിക്കും അംഗമായി തുടരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അമ്മയിൽ അംഗമായിരുന്നെങ്കിൽ അവിടെ നിന്നും ഞാൻ രാജിവെക്കുമായിരുന്നു. ഈ ഭാഗ്യലക്ഷ്മിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നും കരുതുന്നുണ്ടോ? അവരൊക്കെ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണല്ലോ. എനിക്കറിയില്ല, ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. എന്റെ ആരും ഇത്രയും മാത്രം എന്താ പറയാനുള്ള ധൈര്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അതിജീവിതയുടെ വിഷയത്തിൽ പോലും സ്വകാര്യമായി നമ്മളോട് അഭിപ്രായം പറയുകയും ഓപ്പൺ ആയിട്ട് അഭിപ്രായം പറയാനും മടിക്കുന്നത്. അവരുടെയൊക്കെ ഈ പറയുന്ന അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന ഭയം കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. പക്ഷെ എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തു. ഇനിയിപ്പോ സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷയമല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ 2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് സിനിമകൾ എന്നോട് സംസാരിച്ചിട്ട് പിന്നെ പല ഇടപെടലുകളും ദിലീപ് വിഷയത്തിൽ ദിലീപിനെതിരെ പ്രതികരിച്ചതിന്റെ ഫലമായാണോ ഈ അവസര നഷ്ടം? പലപ്പോഴും അങ്ങനെ ആയിരിക്കാം. കാരണം ആദ്യം എന്നോട് പറയും ഓക്കെ എല്ലാം പറഞ്ഞ് ഡേറ്റും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും ചേച്ചി അത് ബുദ്ധിമുട്ടാണ്, ചേച്ചിയെ മാറ്റണം എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എനിക്കതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അത് അവരുടെ പ്രശ്നമാണ്. അവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. എനിക്കതൊന്നും ഒരു വിഷയമല്ല. അല്ല, വ്യക്തിപരമായി താങ്കളുടെ പ്രൊഫഷനാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് വ്യക്തിപരമായി താങ്കൾക്ക് സാമ്പത്തികമായും ജീവിതത്തിലെ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടം കൂടെ വരുത്തിയിട്ടുണ്ടല്ലോ.
എനിക്ക് സാമ്പത്തികമായി ജീവിക്കണമെങ്കിൽ ഞാൻ വേറെ വല്ല ജോലി എടുക്കും. ഇപ്പൊ എല്ലാ ജീവിതകാലം മുഴുവൻ ഈ സിനിമയും നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റൂലല്ലോ. സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? വേറെ എന്തെല്ലാം ജോലിയുണ്ട് ഈ രാജ്യത്ത്. എനിക്ക് നല്ല മനസ്സിന് നല്ല കരുത്തുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്തസ്സായിട്ട് വേറെ പല ജോലിയും ചെയ്ത് ഞാൻ ജീവിക്കും. ഈ അതിജീവിതയുമായി ജോലി ചെയ്ത് ഈ അതിജീവിതയുമായി താങ്കൾ സംസാരിച്ചുവെന്നും നേരിട്ട് കണ്ടുവെന്നും ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ദിലീപിന്റെ വിഷയം വന്നതിന് ശേഷം സിനിമാ സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു പിന്തുണയുണ്ടല്ലോ, അത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്നലെ മുഴുവനും ഞാൻ അതിജീവിതയോടൊപ്പം തന്നെ ആയിരുന്നു. പിന്നെ ഇന്നിപ്പോ കുറച്ചു മുമ്പേയും വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവളെപ്പോഴും നോർമൽ ആയിട്ടില്ല. അവൾ മാനസികമായി പക്ഷെ അവൾ തയ്യാറെടുക്കുക തന്നെയാണ് ഇനിയും എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന്. അവൾക്ക് നന്നായിട്ട് അറിയാം. സിനിമയിൽ നിന്ന് ഈ നമുക്ക് 10 വിരലുകൾ ഉണ്ടെങ്കിൽ ഈ 10 വിരലിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രമേ അവളോടൊപ്പം ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും അവളോടൊപ്പം ഇല്ല. ഈ പറയുന്ന തീർച്ചയായിട്ടും WCC അവളോടൊപ്പമുണ്ട്. ഇന്നത്തെ ന്യൂ ജനറേഷനിൽപ്പെട്ട കുറച്ച് 4-5 ചെറുപ്പക്കാർ അവളോടൊപ്പമുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവരും പല കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ആ സ്ത്രീകൾ വളരെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ ഇന്നലെയും ഫോണിൽ കൂടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അവളോടൊപ്പം ആ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത്. ഇനി ഏതൊക്കെ കോടതിയിൽ പോയി എന്തെല്ലാം രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടാലും ഞാൻ അവളോടൊപ്പം തന്നെയാണ്. ഞാൻ ഒരിക്കലും അവനോടൊപ്പം എനിക്ക് ഒരു സംഘടനയിലോ ഒരു മുഖത്ത് നോക്കി സംസാരിക്കാനോ പോലും എനിക്ക് സാധിക്കില്ല. ഈ അതിജീവിത പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമെന്ന്? കാരണം എല്ലാ തെളിവുകളും കൃത്യമായിട്ടും ദിലീപിനെ കോടതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, അത് ഒരുപക്ഷെ അത് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ഷോക്കൊക്കെ ആയി കാണും അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു. കാരണം കോടതിക്കുള്ളിൽ അവൾക്കുണ്ടായ വളരെ മോശമായ അനുഭവം വെച്ചുകൊണ്ട് മറിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോഴും നമ്മൾ 1% നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അതുണ്ടായിരുന്നു. ആ 1% പോലും നിന്നോടൊപ്പം അല്ല എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തമായി. അതിന്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. നമ്മൾ നേരത്തെ അവളെ ഈ ഷോക്കൊന്നും ആവരുത്, നീ എന്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം, നേരത്തെ അവളെ പറഞ്ഞ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ അവളിപ്പോഴും വളരെ വിഷമത്തിൽ തന്നെയാണ്. ഇനി ഒരു സംഘടനയുമായും സിനിമാ സംഘടനകളുമായി ഒന്നും സഹകരിക്കേണ്ടതെന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം. അതെ. കാരണം ഇവിടെ എല്ലാ സംഘടനകളും പുരുഷാധിപത്യ സംഘടനകളാണ്. അവിടെ സ്ത്രീകൾക്കൊന്നും അത്ര വലിയ സ്പേസ് ഒന്നുമില്ല. സ്ത്രീകൾക്ക് അഭിപ്രായം പറയാനോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തീർക്കാനോ ഒന്നും. കാരണം സ്ത്രീകളാരും സ്വാധീനമുള്ളവരല്ല, സാമ്പത്തികമുള്ളവരല്ല. സാമ്പത്തികവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രമേ സംഘടനകൾ ഉള്ളൂ എന്ന് എനിക്ക് എന്റെ ഇത്രയും വർഷക്കാലം കൊണ്ട് എനിക്ക് ബോധ്യമായി. സംവിധായകൻ ശ്രീ ജോസ് തോമസ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോസ് തോമസ്, ഫെഫ്കയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ആലോചനകൾ ഗൗരവമായി നടക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ഫെഫ്കയുടെ ഒരു അംഗം മാത്രമാണ്. ഞാനതിന്റെ അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ തിരിച്ചെടുക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ആൾ കൂടിയാണല്ലോ താങ്കൾ, അല്ലേ? അല്ല, അയാൾ കുറ്റവാളിയല്ല എന്നറിഞ്ഞപ്പോൾ കുറ്റവാളിയാണ് അല്ലെങ്കിൽ സംശയത്തിന് നിഴലിൽ നിന്നപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി. കുറ്റവാളിയല്ല എന്നറിയുമ്പോൾ തിരിച്ചെടുക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഈ മേൽക്കോടതികളിൽ നടപടികൾ ബാക്കിയുണ്ട്, അത് കൂടി പൂർത്തിയാകാനുള്ള ഒരു ക്ഷമ ഫെഫ്കയ്ക്കില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ആരോപിക്കുന്നത്. അല്ല, മേൽക്കോടതികൾ നടപടി എത്ര കാലം നീണ്ടുപോകും? അത് ജീവിതാവസാനം വരെ നീണ്ടുപോകും. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ 8 വർഷമായി ഒരു കോടതിയിൽ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരുന്നു. അവസാനം ആ കോടതിയിൽ അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം അതിൽ കുറ്റവാളിയല്ല എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ലേ കരുതാൻ പറ്റൂ? അയാൾ കുറ്റവാളിയല്ല എന്നല്ലേ കരുതാൻ പറ്റൂ? ഇനിയും മേൽക്കോടതി കുറ്റവാളിയായിട്ട് വിധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാവി കാലത്തേക്ക് നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഈ 8 വർഷമായി ഇങ്ങനെ ഒരു കാര്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു സംഘടനകൾ എന്നൊക്കെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അവരിനി ഒരു സംഘടനയിലും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഫെഫ്കയിൽ നടക്കം രാജിവെക്കുകയാണ്. അത് അവരുടെ ദേശമാണ്. അവർക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടല്ലോ. അവര് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടന അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രാജിവെക്കാം. സ്വാഭാവികം, അത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ചേർന്ന് നിൽക്കട്ടെ, അവർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ രാജിവെക്കട്ടെ. അതിനിപ്പം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ലല്ലോ.
ശരി ശരി ശ്രീ ജോസ് തോമസ്, അതായത് ദിലീപിനെ നിരപരാധിയാക്കാനുള്ള ശ്രമം അത് ഫെഫ്ക പോലുള്ള സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനാൽ ദിലീപിനൊപ്പം ആ സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ഫെഫ്കയിൽ ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രാജിവെച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 8 വർഷമായി 2 സിനിമകൾ മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. പലപ്പോഴും ആദ്യമൊക്കെ ആളുകൾ വിളിക്കും, പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. ഇപ്പോൾ ഇന്നലെ മുഴുവൻ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വലിയ ഷോക്കിലാണ് അവർ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു വിധി അവർ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പിന്തുണയില്ലായ്മ, അല്ലെങ്കിൽ ഒരു 10% ആളുകൾ പോലും തന്നെ പിന്തുണയ്ക്കാനില്ല എന്നുള്ള ഒരു ബോധ്യം അത് അവരെ വല്ലാതെ അവരുടെ ആത്മധൈര്യം കെടുത്തി എന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.